ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 10 മണി 10:30 ടൈം ആയിട്ടുണ്ടാവും. കാരണം വേറൊന്നല്ല, ഞാൻ അപ്പോഴാണ് എണീറ്റത്. എണീക്കാൻ ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ ഇന്നലെ ചെറിയൊരു അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഇപ്പം ഞാൻ എണീറ്റ് ആദ്യം തന്നെ എൻ്റെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി. ദെൻ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ് പരിപാടിയായിരുന്നു. എൻ്റെ ടേബിൾ എല്ലാം അലങ്കോലമായി കിടക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു അഡ്വഞ്ചർ കാര്യം നടന്നു. അതിൻ്റെ മെയിൻ റീസണാണ് ഈ കിടക്കുന്നവൻ. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ നേരം കിണറ്റിൻ്റെ സൈഡിൽ നിന്നൊരു സൗണ്ട്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ പൂച്ചക്കെട്ടി കിണറ്റിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ അവസാനം ഇവനൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് 12 മണി 12:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നതിന് ശേഷമുള്ള രംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ ഈ ചൂടുകാലം തുടങ്ങിയതിന് ശേഷം ഒരു ബോട്ടിലെ വെള്ളം എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കും. അത് കാണുമെങ്കിലും ഞാൻ ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴായേറെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ ആവട്ടെ എന്ന് വെച്ച് നീട്ടി വെക്കും. അതെൻ്റെ ബാഡ് ഹാബിറ്റാണ്, അതെനിക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. ഇത് കൃഷ്ണൻ്റെ സ്റ്റോറീസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് അടിപൊളി ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഡ്രോയിങ് ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകതരം ഭംഗി, നമ്മുടെ രാജാ രവിവർമ്മ പിക്ക് പോലത്തെ അടിപൊളി പിക്ചേഴ്സാണ് ഇതിലുള്ളത്. ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ഇത് പാതി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇന്ന് ഫുഡിന് നല്ല ചിക്കൻ കറിയും ഉപ്പേരിയും ഒരു വെജിറ്റബിൾ കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. അതിനുശേഷം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വയ്യെ പോയി. അടിച്ചു വാരിയതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിക്കാൻ വേണ്ടി പേപ്പർ എടുക്കാൻ പറഞ്ഞു. ഞാൻ പേപ്പർ എടുത്ത് കൊടുത്തു. അപ്പം അമ്മ പറഞ്ഞു, നീ തന്നെ കത്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് നല്ലൊരു ഉറക്കമുറങ്ങി എണീറ്റപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിയും കിടന്നുറങ്ങാണ്. ആൻഡ് നേരത്തെ നമ്മൾ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ നമ്മുടെ മാവിൻ്റെ മുകളിൽ ഇനി മാങ്ങണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ പഴുത്തതൊന്നുമില്ല, ഒക്കെ ചെറിയ ചെറിയ മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ തള്ളിയിടാൻ നിന്നില്ല, തിരിച്ചിങ്ങ് വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഫ്രഷായി. ആൻഡ് ഇത് അമ്മേൻ്റെ സ്പെഷ്യലാണ്. അമ്മ യൂട്യൂബിൽ എവിടെയോ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. മത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ കൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ മത്തൻ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനത് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആണ്. ഇന്നലെ നൈറ്റിലെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലിപ്സ് ആഡ് ആക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ രാവിലെ 7 മണി ടൈമിൽ എണീച്ചു. എന്നിട്ട് വേഗം തന്നെ റെഡിയായി. 7:30ക്കാണ് ബസ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി വരുന്ന വഴിക്ക് മോളിലൊന്ന് കയറി. അങ്ങനെ മോളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ആക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ദെൻ വീട്ടിലേക്ക് പോയി. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എൻഡ് ആക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.